ഫെഞ്ച് ടൈഗർ റിസർവിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അധികം വണ്ടി ഒന്നും നിർത്താൻ പറ്റില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഫുൾ കാടാണ്. നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് പറഞ്ഞില്ലേ, രാവിലെ ഒന്നും ആവില്ല. നമ്മളിപ്പോൾ ഇത് രാവിലെയാണ് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ ഈ ഘാട്ട് കഴിഞ്ഞിട്ട് ഉടനെ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഈ രാവിലെ സമയത്ത് പോകുന്നതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട്. ഈ ഉച്ച സമയമൊക്കെ ആവുമ്പം സൂര്യൻ മേലെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ആ ദൂരെ കാണുന്നത് മഞ്ഞാണ്. തീ കത്തിച്ചിട്ട് പുക വരുന്നത് പോലെ ഞാൻ ആദ്യം വിചാരിച്ചു. അപ്പം ഇവിടെ നിറയെ ആനയുണ്ടെന്നാണ്. ടൈഗറില്ലേ, കാടാണ് അപ്പുറം അടിയിലൂടെ ടൈഗർ എന്നൊക്കെ പോകും. നമ്മോട് അങ്ങനെ ആക്കിക്കുന്നു. കടകളൊക്കെ ഉണ്ട്, ഗ്രാമങ്ങൾ. കുരങ്ങ് ചാടും. ഇപ്പോൾ രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. സോ നമ്മൾ ഈ ചെറിയ കടയിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ വരുന്ന വഴിയിൽ ഫുൾ ഈ പരുത്തി കൃഷിയായിരുന്നു, കോട്ടൺ ഫീൽഡ്. നമ്മളൊരവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തു. സത്യം പറഞ്ഞാൽ നമ്മുടെ ടൈഗർ റിസർവ് കഴിഞ്ഞിട്ടില്ല. ഈ ടൈഗർ റിസർവിൻ്റെ ഇടയിൽ തന്നെയാണ് ഇങ്ങനെ കുറേ എന്താ പറയുക ചെറിയ ഗ്രാമങ്ങളും കടകളും ഒക്കെ. പക്ഷെ ബാക്കി ടൈഗർ റിസർവിൻ്റെ വീഡിയോസ് ഞാനിതിൽ എടുത്തില്ലായിരുന്നു. അതുപോലെ ഇവിടെ ഫുൾ കരിമ്പ് ലോഡുകളാണ്. ഈ ലെഫ്റ്റ് സൈഡ് നമ്മളിപ്പോൾ കണ്ട പോലെ ട്രാക്ടറിൽ കൊണ്ടുപോകുമ്പോൾ 2 ട്രെയിലറിൽ ഫുൾ കരിമ്പ് ലോഡ് കയറ്റിയിട്ട് അവർ കൊണ്ടുപോകും. അടുത്തടുത്ത് കുറേ ഈ ചെറിയ ചെറിയ യൂണിറ്റുകളും ഉണ്ടാവും. ഇങ്ങനെ കരിമ്പ് എന്താ പറയുക ഷുഗറാക്കുന്ന കമ്പനീസ് കുറേ എണ്ണം കാണാം. അത് അതിൻ്റെ ഫ്രണ്ടൊന്നും അവർക്ക് ഫ്രണ്ടിൽ കാണാൻ പോലും പറ്റില്ല, എത്ര വണ്ടികൾ പോകുന്നത്. അതുപോലെ ഫുള്ളിങ്ങനെ കളർ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ടുള്ള നല്ല സൗണ്ടിലിങ്ങനെ പാട്ടുകളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക.
നാഗ്പൂർ ബൈപ്പാസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ ഒരുപാട് ലോഡ് കയറ്റിയ ലോറികൾ അങ്ങനെ ഫുൾ റഷാണ്. ഈ റോഡ് ഫുള്ളി ടോൾ പ്ലാസിൻ്റെ അടുത്ത് ഫുള്ള്. ഹൈദരാബാദ് ലെഫ്റ്റിലോട്ട്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൽ ഫസ്റ്റ് നമ്മൾ കർണാടകയിലെ ചിത്രദുർഗയിലായിരുന്നു പോയത്. അവിടെ ഫോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അവിടെ ആയിരുന്നു സ്റ്റേ. അത് കഴിഞ്ഞ് നമ്മൾ മഹാരാഷ്ട്ര കയറി. മഹാരാഷ്ട്രയിൽ അജന്ത എല്ലോറ കേവ്സൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഗുജറാത്തിലോട്ടാണ് പോയത്. സോ ഗുജറാത്ത് എന്ന് പറയുന്നത് നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു. നമ്മൾ ഈ മഹാരാഷ്ട്രയിൽ കൂടെ പോകുമ്പോൾ ഈ ഔട്ടറിലൊന്നും അത്യാവശ്യം നല്ല ഹോട്ടലുകളൊന്നും ഇല്ലായിരുന്നു. ഫുൾ ധാബയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഗുജറാത്ത് എത്തിയപ്പോഴാണ് കുറച്ചുകൂടി നല്ല ഫെസിലിറ്റീസ് ഉള്ള റെസ്റ്റോറൻറ്റ്സൊക്കെ നമുക്ക് കിട്ടാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയൊക്കെ കണ്ട് നമ്മൾ രാജസ്ഥാനിലോട്ട് പോയി. അപ്പോൾ 4th ഡേ ഈവനിങ് തന്നെ നമ്മൾ രാജസ്ഥാൻ എത്തി. ഉദയ്പൂരിൽ നമ്മൾ സിറ്റി പാലസ് കണ്ടു. ജയ്പൂരിൽ പോയി നമ്മൾ നെക്സ്റ്റ് ഡേ. ജയ്പൂർ നമ്മൾ ഹവാ മഹൽ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉത്തർപ്രദേശ് ആഗ്ര വന്നു. ആഗ്രയിൽ താജ്മഹൽ, പിന്നെ ജാൻസി എന്ന് പറയുന്ന പ്ലേസിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് പോയത്. ബംഗളൂര് 1054. കഴിക്കാത്ത നാട്ടിലെ ആൾക്കാർ ഹൈവേയുടെ സൈഡ് മൊത്തം നമുക്ക് ഈ പഞ്ഞി കാണാൻ പറ്റും. ഫുൾ പഞ്ഞിയാണ്. ഈ പഞ്ഞി കൃഷി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് അതിങ്ങനെ പറന്നു വരുന്നത്. ഇവിടെ മൊത്തം ശരിക്കും എന്താ പറയുക, ചുറ്റും ഇങ്ങനെ വെള്ള കളറിൽ സത്യം പറഞ്ഞാൽ സിയോണി ടു ഹൈദരാബാദ് നമ്മൾ ശംഷാബാദ് എന്നുള്ളൊരു പ്ലേസിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ലാസ്റ്റ് ടൈം ഹൈദരാബാദ് ഒരു ട്രിപ്പിന് വന്ന സമയത്ത് അത് റോഡ് ട്രിപ്പായിരുന്നു. അപ്പോഴും നമ്മൾ ശംഷാബാദിലായിരുന്നു ഹോട്ടൽ റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു പിന്നെ സൈറ്റ് സീയിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചാർമിനാറും ഗോൽക്കൊണ്ട ഫോർട്ടും അങ്ങനെ എല്ലാവിടെയും, ഫിലിം സിറ്റി, രാമോജി ഫിലിം സിറ്റി, അങ്ങനെ എല്ലാവിടെയും പോയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ നമ്മൾ ശംഷാബാദിൽ തന്നെ റീച്ച് ആവാമെന്നാണ് വിചാരിക്കുന്നത്. അന്നെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ഒരു 5 o'clock ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് രാത്രി 9 മണിയാകുമ്പോൾ കൃത്യം ശംഷാബാദ് റീച്ച് ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നൈറ്റ് നമ്മൾ ഹൈദരാബാദാണ് ഹോൾട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മോർണിംഗ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താൽ വീട്ടിൽ കൃത്യം അന്നേ ദിവസം വൈകുന്നേരം എത്താലോ, അല്ലെങ്കിൽ പുലർച്ചെ ആ ഒരു ടൈമിൽ എത്താലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ അങ്ങനെ ഇന്നത്തെ ദിവസം നമുക്ക് ഒരു നിയർലി 700 കിലോമീറ്റേഴ്സാണ് കവർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം വന്നു, ഉച്ചയായി. ഇപ്പോൾ ഒരു 400 സംതിങ് കിലോമീറ്റേഴ്സാണ് നമുക്ക് പോകാനുള്ള ഹൈദരാബാദിലോട്ട്.
ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇനിയിപ്പോൾ ഹൈദരാബാദ് എന്ന് പറയുമ്പം ഇവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ട് പോകണം. ഏകദേശം എല്ലാവരും റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. സോ ഇനി ഹൈദരാബാദിലോട്ട് 417 കിലോമീറ്റർ. നമുക്ക് അടുത്ത വീഡിയോ